പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റായി അമല ടീച്ചറിനെ തിരഞ്ഞെടുത്തു. UDFിൻ്റെ പ്രതിനിധിയാണ്. സ്വതന്ത്രന്റെ കൂടെ പിന്തുണയോടെ പൂവച്ചൽ UDF ഭരണം ഉറപ്പിക്കുകയായിരുന്നു. അമല ടീച്ചർ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തു. കല്ലാമം വാർഡിനെ പ്രതിനിധീകരിച്ചാണ് അമല ടീച്ചർ വിജയിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് പിന്നിൽ നിന്നാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പഞ്ചായത്ത് രാജ് ഈ സംവിധാനത്തിൽ ആണ് ത്രിതല പഞ്ചായത്ത് എന്നുള്ള ഒരാശയം രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്വപ്നങ്ങളുമൊക്കെ സബലീകരിക്കാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകും. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ ഒരു കീറാമുട്ടിയായിരിക്കുന്ന ഈ പഞ്ചായത്തിൽ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം നൂതനമായ മാർഗത്തിലൂടെ പരിഹരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പൊതു ഇടങ്ങൾ യുവജനങ്ങൾക്കും വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്കും വേണ്ടിയിട്ട് പൊതു ഇടങ്ങൾ ഒരു അവരുടെ അഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായി പരിഗണിക്കുന്നതിനായിട്ടും ശ്രദ്ധയൂന്നുന്നതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് അരുവിക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ മഹിളാ കോൺഗ്രസ് വീരണാവ് മണ്ഡലം പ്രസിഡൻറ്റും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായിട്ട് പാർട്ടിയിൽ വിവിധ ചുമതലകളിലിരിക്കെ തന്നെയാണ് എനിക്ക് ഈ പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചത്.